വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ടാണ്. ഇതൊരു സാധാരണ മാങ്ങ കൊണ്ട് തന്നെ വളരെ രുചിയായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങയാണ് കേട്ടോ. ഇതൊരു ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ട്. നല്ല വലിയ മാങ്ങയാണ്, നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാങ്ങ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ എല്ലാം കളഞ്ഞ് നന്നായി ചെത്തിയെടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു വലിയ മാങ്ങ ആയതുകൊണ്ട് ഇതെടുക്കുന്നത്, ഇപ്പോൾ 2-3 വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാൻ അതിൻ്റെ എന്താ പറയുക, അണ്ടി എടുത്തിട്ടില്ല കേട്ടോ, മാങ്ങ അണ്ടി എടുത്തിട്ടില്ല. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതെല്ലാം ചെത്തിയെടുത്തുകൊണ്ടാണ് ഞാൻ ആ മാങ്ങാണ്ടി എടുക്കാഞ്ഞത്. അപ്പം ഇനി നമ്മളൊരു മൺചട്ടിയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലായിട്ട് നമ്മുടെ കട്ട് ചെയ്തെടുത്ത മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ട് എടുക്കുമ്പം ആ മാങ്ങ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നടുകെ കീറിയ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ നിങ്ങൾക്ക്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം, സാധാ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസിൽ വെച്ച് ഞാനിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മൂടി കൊണ്ട് അടച്ച് നമുക്കൊരു ഏകദേശം 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് എരിവനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാട് എരിവിലെടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി. അപ്പം ചെറുതായതുകൊണ്ട് 3, വലുതാണെങ്കിൽ 2 മതിയാവും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തപ്പം ചെറിയ ജീരകം ഇടാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ അത് അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ജീരകം കൂടി മറന്നു പോയതുകൊണ്ട് ഒന്നും കൂടി ഇട്ട് അത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മൾ അരച്ചെടുത്ത് വന്നത്, നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ മാങ്ങ ഒന്ന് നമുക്ക് നോക്കാം കുക്കായിട്ടുണ്ടോ എന്ന്. കണ്ടോ, ഒരുവിധം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. കണ്ടോ, അങ്ങനെ തന്നെ കഷ്ണങ്ങൾ അങ്ങനെ തന്നെ കിടക്കുന്നെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് വീണ്ടും ഞാൻ ഒരു 5 മിനിറ്റോളം മൂടി കൊണ്ട് അടച്ച് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നോക്കിയപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് കൂടി ഇട്ട് അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. അരപ്പിട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. നന്നായിട്ട് ഇളക്കി ആ ഒരു എല്ലായിടത്തും നല്ലതുപോലെ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ബാക്കി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒന്ന് കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഇടണം. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം തൈര് ഇടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഒരു പച്ച ചുവ ഉണ്ടാകും. കാരണം തൈര് ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിക്കില്ല, ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് തൈര് ഇടുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/2 കപ്പോളം തൈര് എടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിപ്പോടുകൂടി തൈര് എടുക്കുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് മിക്സിയിലടിച്ചില്ലെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം ആ ഒരു പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മുടെ അരപ്പിന് നല്ല ചൂടുണ്ടാവും. തൈര് ഇട്ടതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കരുത്. ആ ഒരു ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഗ്യാസ് വെച്ചിരിക്കുന്ന ആ ഒരു അടപ്പിൽ എന്താ പറയുക, ചട്ടി മാറ്റി വെക്കണം കേട്ടോ. കാരണം ആ ഒരു ചൂട് കൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നുള്ള്, വളരെ നുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ ഷുഗർ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരു വറവ് വറുത്തിടുമെന്നും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വളരെ കുറച്ചൊരു കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഉള്ളതാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു നുള്ള് ഉലുവ, ഒരു 5, 6 ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പിലയും വറ്റൽമുളകും ആദ്യം ഇട്ട് വരുമ്പോൾ നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇടുന്നത്. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ആ ഒരു കറിവേപ്പിലയും നമ്മുടെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു മണവും നല്ലൊരു കളറും തന്നെ ഉണ്ടാവും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ഇടുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മളുടെ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ഈ വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇളക്കണ്ട, നമ്മളെപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ തന്നെ മൂടി കൊണ്ട് അടച്ച് വെക്കുക. എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മൂടി കൊണ്ടൊന്ന് അടച്ച് വെക്കുകയാണ്. നമ്മളെപ്പോഴാണോ എടുക്കുന്നത് ആ സമയത്ത് നമുക്ക് സെർവ് ചെയ്യാം, ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഞാനൊന്ന് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സാധാരണ ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ടാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. പക്ഷേ സാധാരണ കിട്ടുന്ന മാങ്ങ കൊണ്ട് തന്നെയായാലും വളരെ ടേസ്റ്റായ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം എനിക്കിവിടെ ഈ ഒരു ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടിയില്ല. പക്ഷേ ആ ഒരു നാട്ടിൽ വെച്ച് ആൻറ്റി ഉണ്ടാക്കിയ ആ ഒരു മാങ്ങയുടെ രുചി നാവിൽ നിന്നും മാറിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ വളരെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളുടെ ആ ഒരു മാങ്ങ കിട്ടിയില്ലെങ്കിലും സാധാരണ മാങ്ങ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം പലർക്കും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മളിത് ഈ ഒരു കറി മതി നമ്മൾക്ക് ചോറ് കഴിക്കാൻ വേണ്ടി. അത്രയ്ക്ക് രുചിയാണ് ഇതിൻ്റെ, നാവിൽ നിന്ന് മാറത്തില്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടിയില്ലെങ്കിലും ഈ രീതിയിൽ ഏതെങ്കിലും ഒരു മാങ്ങ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.